അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കരുണാവാരിധിയായ പടച്ചറബ്ബ് നമ്മുടെ ഓരോരുത്തരെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അവൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. ഇന്നിവിടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നപ്പോൾ എല്ലാ വഖത്ത് നമസ്കാരത്തിന് ശേഷവും യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് എന്ന ഈ ദിക്ർ 5 തവണ നമ്മുടെ വലത് കൈ നെഞ്ചിൻ്റെ അവിടെ ഭാഗത്ത് വെച്ചിട്ട് 5 തവണ യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് എന്ന ഈ ദിക്ർ നമ്മൾ 5 തവണ വലത് കൈ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ച് ഓരോ വഖത്ത് നമസ്കാരത്തിന് ശേഷവും 5 കൈ നെഞ്ചിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് 5 പ്രാവശ്യം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് എന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുക. അള്ളാഹു ചൊല്ലാൻ വേണ്ടി തൗഫീഖ് തരുമാറാകട്ടെ. ഇത് ചൊല്ലുന്നവൻ്റെ ദുആ അള്ളാഹു തട്ടിക്കളയൂല എന്നാണ് പറയുന്നത്. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്കാണ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാട്ടെ. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം തന്നെ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. കടങ്ങളാണ്, പ്രയാസങ്ങൾ. അള്ളാഹു എല്ലാവരുടെ കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി ഖൈറായ സന്തോഷമുള്ള ജീവിതം നൽകി നമ്മളെല്ലാവർക്കും അള്ളാഹു സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അതുപോലെ തന്നെ അള്ളാഹു നമ്മളെ പാപങ്ങളൊക്കെ നമ്മൾ ഏറ്റു പറയണം. നല്ല റജബ് മാസമാണ്. റജബ് മാസം അള്ളാഹുവിൻ്റെ ബർക്കത്ത്. അള്ളാഹു നിങ്ങളിങ്ങനെ ദുആ ചെയ്യണം. ഓരോ വഖത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെയും നിങ്ങൾ അള്ളാഹുവിനടുത്ത് നമ്മൾ ചെയ്ത പാപങ്ങൾ ഏറ്റു പറയണം. അള്ളാഹിനെ അങ്ങനെ ചെയ്തു പോയി, അള്ളാഹ് നീ പുറത്തു തരണേ, അള്ളാഹിനെ പുറത്തു തരണേ. നമ്മൾ ഇപ്പം നിങ്ങൾ എപ്പോഴാണ് ഇത് കേൾക്കുന്നത്, അതിൻ്റെ അടുത്ത വഖത്ത് അസറാണോ മഗ്രിബാണോ ഇശായാണോ ഏത് വഖത്തായാലും ആ വഖത്തിനെ ഞാൻ പറയണ പോലെ നിങ്ങൾ ദുആ ചെയ്ത് അള്ളാഹു ആ ദുആ സ്വീകരിക്കും. കാരണം അള്ളാഹുവിന് റജബ് ബർക്കത്തുള്ള ഒരു മാസമാണ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാസമാണ് റജബ് മാസം. റജബ് എന്ന് പറഞ്ഞാൽ തട്ടിക്കളയാൻ പാടില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ദുആക്കളും നിസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തുകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആയോടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.